നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നരാരാണെന്ന് ചോദിച്ചാൽ MA യൂസഫ് അലി, TS കല്യാണരാമൻ എന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന 10 കോടീശ്വരന്മാരെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. സോ സമയം കളയാതെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ലിസ്റ്റിൽ 10ാമതായിട്ടുള്ളത് PV അബ്ദുൽ വഹാബ്. PVS ഗ്രൂപ്പിന്റെയും ബ്രിഡ്ജ്വേ ഗ്രൂപ്പിന്റെയും സ്ഥാപകനും സിഇഒയും ഒക്കെയാണ് ഇദ്ദേഹം. റിയൽ എസ്റ്റേറ്റ്, സ്കൂളുകള്, ഹോസ്പിറ്റലുകള്, ഷോപ്പിംഗ് മോളുകള് എന്നീ മേഖലയിലെല്ലാം ഇന്ത്യയിലും അതിനു പുറത്തുമായി വഹാബിന്റെ ബിസിനസ്സുകൾ വ്യാപിച്ചു കിടക്കുന്നു. നിലവിലെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 200 കോടി രൂപക്ക് മുകളിലാണ്. ഇന്ന് ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനപ്പുറം വലിയൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. നമ്മുടെ ലിസ്റ്റിൽ 9ാമതായിട്ട് വരുന്നത് ശിവദാസ് താമരശ്ശേരി. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് നോക്കുകയാണെങ്കിൽ 216 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ വ്യക്തിഗത ആസ്തി എന്ന് പറയുന്നത്. റീഗൽ ജ്വല്ലേഴ്സിന്റെ സ്ഥാപകനും ചെയർമാനും ഒക്കെയാണ് ഇന്ന് ഇദ്ദേഹം. വർഷം 1978 മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ ആരംഭിച്ചതാണ് റീഗൽ ജ്വല്ലറി. ഇന്ന് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ജ്വല്ലറി സാമ്രാജ്യമാണ് റീഗൽ. ഇദ്ദേഹത്തിന്റെ മകൻ വിപിൻ ശിവദാസ് ഇന്ന് റീഗൽ ജ്വല്ലറിയുടെ സിഇഒയും MDയുമായും എല്ലാം പ്രവർത്തിക്കുന്നു. 8ാമതായിട്ട് വരുന്നത് സന്തോഷ് കുമാർ. HML അഥവാ ഹരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ ഇന്നത്തെ സിഇഒയും ഡയറക്ടറും ഒക്കെയാണ് ഇദ്ദേഹം. തേയില, റബ്ബർ എന്നീ തുടങ്ങി എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ പ്ലാന്റേഷൻ അഗ്രികൾച്ചറൽ കമ്പനിയാണ് HML എന്ന് പറയുന്നത്. വർഷം 1978 തുടങ്ങിയ ഈ ഒരു കമ്പനിയെ പിന്നീട് വർഷം 1983 RRSG ഗ്രൂപ്പ് ഏറ്റെടുത്തു. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായിട്ട് HML ഗ്രൂപ്പിന് കീഴിലുള്ളത് 14,000 ഹെക്ടറോളം വരുന്ന കൃഷിഭൂമികളാണ്. ഇനി ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി നോക്കുകയാണെങ്കിൽ ചില റിപ്പോർട്ടുകൾ പ്രകാരം അത് 302 കോടി രൂപയോളമാണ്. നമ്മുടെ ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടി. നമ്മുടെ കേരളത്തിലെ വളർന്നു വരുന്ന കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ 7ാമത്തെ സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയാണ്. വർഷം 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്ത് അഭിനയം തുടങ്ങിയ മമ്മൂട്ടി ഇന്ന് അഭിനയിച്ചു തീർത്തത് 412ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. അഭിനയത്തിന് പുറമെ ഇന്ന് ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനും നിക്ഷേപകനും ഒക്കെയാണ്. പ്ലേ ഹൗസ്, മമ്മൂട്ടി കമ്പനി ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ സിനിമാ നിർമ്മാണ കമ്പനികളാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ മൊത്തം ഒരു സമ്പത്ത് എന്ന് പറയുന്നത് 345 കോടി രൂപയോളമാണ്. ഇതൊന്നും കൂടാതെ കേരളത്തിലും അതിനു പുറത്തുമായിട്ട് ഇദ്ദേഹത്തിന് ധാരാളം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുമുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 6ാമതായിട്ട് വരുന്നത് ബീന കണ്ണൻ. ആദ്യം തന്നെ ഇവരുടെ സമ്പത്ത് പറയുകയാണെങ്കിൽ 600 കോടി രൂപയോളമാണ്. ശ്രീമതി ടെക്സ്റ്റൈൽസിന്റെ ഇന്നത്തെ സിഇഒ ആണ് ഇവര്. കുടുംബ ബിസിനസ് ഏറ്റെടുത്താണ് ബീന ബിസിനസ്സിലേക്ക് വരുന്നത്. തന്റെ ഭർത്താവിന്റെ മരണശേഷം പിന്നീട് ഡിസൈനർ ആയിരുന്ന ബീന വസ്ത്രങ്ങളിൽ പുതിയ ഡിസൈൻ കൊണ്ടുവന്ന് വർഷം 2000ന്റെ തുടക്കത്തിലാണ് ശ്രീമതി എന്ന പേരിൽ ആദ്യത്തെ ഷോറൂം കൊച്ചിയിൽ ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ സിൽക്ക് സാരി സ്വന്തമായി ഡിസൈൻ ചെയ്തു എന്ന പേരിൽ ഇവർക്ക് 2007 ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലും ലഭിച്ചിരുന്നു. 5ാമതായിട്ട് വരുന്നത് VKC മുഹമ്മദ് കോയ. നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും VKC കമ്പനിയുടെ ഏതെങ്കിലും ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാകും. വർഷം 1984 കോഴിക്കോട് ജില്ലയിൽ നിന്നും ഹവായി ചെരുപ്പുകൾ നിർമ്മിച്ചു തുടങ്ങിയ VKC കമ്പനി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെരുപ്പ് നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. മുഹമ്മദ് കോയയുടെ ഇന്നത്തെ മൊത്തം സമ്പത്ത് എന്ന് പറയുന്നത് ഏറെക്കുറെ 1500 കോടി രൂപയോളമാണ്. നിലവിൽ ഇദ്ദേഹം VKC കമ്പനിയുടെ ചെയർമാൻ ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. 4ാമതായിട്ട് വരുന്നത് മിഥുൻ അബ്രഹാം ജോസഫ്. പാരഗൺ ചെരുപ്പുകളുടെ ഇന്നത്തെ ഡയറക്ടറും വൈസ് പ്രസിഡന്റും ഒക്കെയാണ് ഇദ്ദേഹം. വർഷം 1975 PV അബ്രഹാം, KV തോമസ്, KV സക്കറിയ എന്നീ 3 ആളുകൾ ചേർന്ന് കോട്ടയം ജില്ലയിൽ ആരംഭിച്ചതാണ് പാരഗൺ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ ചെരുപ്പ് നിർമ്മാണ കമ്പനിയാണ് ഇന്ന് പാരഗൺ. ഏകദേശം ചില റിപ്പോർട്ടുകൾ പ്രകാരം 1650 കോടി രൂപക്ക് മുകളിലാണ് ഇന്നത്തെ മിഥുൻ അബ്രഹാം ജോസഫിന്റെ ആസ്തി എന്ന് പറയുന്നത്.
നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ബി നൌഷാദ്. വർഷം 2012 കോയമ്പത്തൂരിൽ വാൾക്കറു എന്ന പേരിൽ ചെരുപ്പ് നിർമ്മാണം തുടങ്ങിയാണ് നൌഷാദ് ബിസിനസ്സിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവാണ് നിങ്ങൾ മുമ്പ് കണ്ട VKC ചെരുപ്പ് നിർമ്മാണ കമ്പനിയുടെ ചെയർമാനായ VKC മുഹമ്മദ് കോയ. സാധാരണക്കാർക്ക് താങ്ങാവുന്നതും അതുപോലെ ഗുണമേന്മ ഉള്ളതുമായ ഫാഷൻ ചെരുപ്പുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇദ്ദേഹം വാൾക്കറു എന്ന ബ്രാൻഡ് ആരംഭിച്ചത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഏറെക്കുറെ 2140 കോടി രൂപയോളമാണ് ഇന്നത്തെ വി നൌഷാദിന്റെ മൊത്തമൊരു സമ്പത്ത് എന്ന് പറയുന്നത്. ഇന്ന് വാൾക്കറു VKC ഗ്രൂപ്പിന് കീഴിലാണുള്ളത്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിക്കൊണ്ട് ഇന്ന് ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. രണ്ടാമതായിട്ട് വരുന്നത് ഡോക്ടർ വിജു ജേക്കബ്. സിന്തൈറ്റ് ഇൻഡസ്ട്രീസിന്റെ ഇന്നത്തെ ചെയർമാനാണ് ഇദ്ദേഹം. വർഷം 1972 കാലത്ത് ഇദ്ദേഹത്തിന്റെ പിതാവ് ആരംഭിച്ചതാണ് സിന്തൈറ്റ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ കയറ്റുമതി ചെയ്യുന്നതും ഇവരാണ്. ഇത് കൂടാതെ ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, ടെക്നോളജി തുടങ്ങിയ മേഖലയിലേക്കും ഇന്ന് സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് വ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 4859 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് VK മാത്യു. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ ആസ്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ $1.4 ബില്യൺ അഥവാ 12,639 കോടി രൂപക്ക് മുകളിലാണ്. IBS സോഫ്റ്റ്വെയർ കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനും ഒക്കെയാണ് ഇന്ന് ഇദ്ദേഹം. വർഷം 1997 തുടക്കത്തിലാണ് മാത്യു IBS സോഫ്റ്റ്വെയർ എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലയിൽ ചെറിയൊരു IT സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങുന്നത്. വർഷങ്ങളുടെ അപ്പുറം ഇന്ന് IBS സോഫ്റ്റ്വെയർ എന്ന കമ്പനി 50 രാജ്യങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ആളുകളെല്ലാം സ്വന്തമായി ബിസിനസ് തുടങ്ങിയവരും അതുപോലെ കുടുംബ ബിസിനസ് ഏറ്റെടുത്തുമൊക്കെയാണ് ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ വിവരങ്ങളെല്ലാം ഇന്റർനെറ്റിൽ നിന്നും മറ്റുമായി എടുത്തിട്ടുള്ളതാണ്. അപ്പോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ ഇതിലും നല്ല ഒരുപാടധികം വീഡിയോകളുമായിട്ട് കാണാം. താങ്ക് യു.